നമസ്കാരം. 2023 ഭാരത് മൊബിലിറ്റി ഓട്ടോ എക്സ്പോ അല്ലെങ്കിൽ ഇന്ത്യൻ ഓട്ടോ എക്സ്പോ ഡൽഹിയിൽ നടക്കുന്ന ആ ഒരു ഓട്ടോ എക്സ്പോയിൽ വളരെയധികം ആളുകളെ ആകർഷിച്ചൊരു വാഹനം മാരുതി സുസുക്കിയുടെ ജിംനിയാണ്. അപ്പോൾ ജിംനിയെക്കുറിച്ച് നമുക്കറിയാം, ഈ വാഹനം പലയിടത്തും ഉണ്ട്. ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരു കാറാണ്. 3 ഡോർ വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും പേഴ്സണലി ഈ ഒരു വാഹനം 3 ഡോറൊക്കെ കണ്ടതാണ്. ഇന്ത്യയിലേക്ക് ഒരു വാഹനം വരും, അത് 5 ഡോർ ആയിരിക്കും. ഇന്ത്യൻ സാഹചര്യത്തിൽ 5 ഡോർ ആണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ജിംനി എന്ന് വരും എന്ന് അങ്ങനെയുള്ള ഒരു ടാഗ് ലൈനൊക്കെ അല്ലെങ്കിൽ #ടാഗ് ലൈനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു. വളരെയധികം ഹൈപ്പായിരുന്നു. 9,99,000 ലോഞ്ച് ചെയ്യാനിരുന്ന ഈ ഒരു വാഹനത്തെ ഒറ്റയടിക്ക് അതിൻ്റെ ഇരട്ടി പ്രൈസിനാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ ബുക്ക് ചെയ്ത പല ആളുകളും പിന്മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ നമ്പർ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ നമ്പർ വളരെ താഴെയാണ്. ഇപ്പോൾ ഇഗ്നിസിനെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞു. ഇഗ്നിസിൻ്റെ സെയിൽ നമ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മാസം ആവറേജ് ഒരു 1,700 2,000 മുകളിലൊക്കെ ഒരു 2,000 2,200 ആ ഒരു റേഞ്ചൊക്കെ വെച്ചിട്ട് ഈ ഒരു വാഹനം വിറ്റ് പൊക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ജിംനിയുടെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിംനിയുടെ സെയിൽ നമ്പർ ഏകദേശം ഒരു 600-നടുത്താണ് ഓരോ മാസവും വിൽക്കുന്നത്. ഈ ഒരു വാഹനത്തിനകത്തുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് K15B എന്ന് പറയുന്ന മാരുതിയുടെ വളരെ മികച്ച ഒരു എഞ്ചിൻ തന്നെയായിരുന്നു. നമുക്കറിയാം, പണ്ട് ബ്രസീലൊക്കെ ഈ ഒരു എഞ്ചിൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കി ജിംനിയുടെ ഭാവി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കണ്ട് വിലയിരുത്തിയതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. മാരുതി സുസുക്കി ജിംനിയുടെ പ്രധാനപ്പെട്ട പോസിറ്റീവ് സൈഡ് ആദ്യമേ ഒന്ന് പറയാം. ഈ ഒരു വാഹനം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. SUV ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. ലാഡർ ആം ഫ്രെയിമാണ്, അത് മാത്രമല്ല റിയർ വീൽ ഡ്രൈവാണ്. ഈ ഒരു വാഹനത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വാഹനം ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആണെങ്കിൽ പോലും 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. K15B സീരീസ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ 1462 cc ആണ്. 103 bhp ആണ് അതിൻ്റെ ഒരു പവർ. 6000 RPM മാരുതിയുടെ മിക്കവാറും സീരീസ് എഞ്ചിനുകളൊക്കെ മാക്സിമം പവർ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഒരു 6000 RPM. പക്ഷേ ടോർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4000 RPM മാക്സിമം ടോർക്കായിട്ടുള്ള 134.2 Nm ടോർക്ക് വാഹനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനം മൊത്തത്തിൽ ഇതിനൊരുപാട് പോസിറ്റീവ് സൈഡുണ്ട്, കുറച്ച് നെഗറ്റീവ് സൈഡുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ ഹാൻഡിലെ ആ ഒരു ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ മാരുതി സുസുക്കിയുടെ വാഗണാറിലും അത് മാത്രമല്ല ഓൾട്ടോ കേട്ടനിലൊക്കെ കാണുന്ന ആ ഒരു രീതിക്കുള്ള ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വിസിബിലിറ്റി. ഇപ്പം ലേഡീസൊക്കെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക്, അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു വാഹനത്തിൽ കയറിയിരുന്നാൽ നല്ല വിസിബിലിറ്റിയാണ്. വളരെ കോമ്പാക്റ്റ് ആണ്. സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് എക്സലൻ്റ് ആണ്. കാരണം ഈ ഒരു വാഹനം ഓടിച്ച സമയത്തൊക്കെ വളരെ മികച്ച സീറ്റിംഗ് പൊസിഷൻ കൊണ്ട് വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ സൈസ് എന്ന് പറയുന്നതും വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു വാഹനം അത്യാവശ്യം മൈലേജ് ഉള്ളൊരു വാഹനമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ മൈലേജ് ഫോക്കസ് ചെയ്തിട്ടൊരു എഞ്ചിൻ കൊണ്ടുവരികയായിരുന്നെങ്കിൽ, ഇപ്പോൾ ഓഫ് റോഡ് പോകേണ്ട ആളുകൾക്ക് ഓഫ് റോഡ് പോകാനായിട്ട് 4x4 കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം മൈലേജ് നൽകുന്ന ഒരു 4x4 ഇല്ലാത്ത ഒരു വേരിയൻറ്റ് കൊണ്ടുവന്നാൽ വളരെ നന്നായിരുന്നേനെ. പക്ഷേ അങ്ങനെ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ടൊയോട്ട ഈ ഒരു വാഹനം റീബാഡ്ജ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല. കാരണം ജിംനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ലെഗസി ഉണ്ട്, അത് അവർ കളഞ്ഞു കുടിക്കില്ല. ഇപ്പോൾ നമ്മൾ സ്വിഫ്റ്റിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ്. ഇതിന് തന്നെ ഒരു സെപ്പറേറ്റ് ബ്രാൻഡായിട്ടാണ് ഇത്തരം വാഹനങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരാം. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. 4.9 മീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ്. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ചെറിയ വാഹനമാണെങ്കിൽ പോലും തിരിച്ചെടുക്കാൻ എന്നൊക്കെ പറയുന്നത്, തിരിച്ചെടുത്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ കാര്യത്തിലേക്ക് വരാം. 2025 ഒക്ടോബർ മാസം മുതലുള്ളൊരു കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിംനി വിറ്റത് 592 യൂണിറ്റാണ്. നവംബറിലേക്ക് വരുമ്പോഴത്തേക്കും 802 യൂണിറ്റാണ്. ഡിസംബറിലേക്ക് വരുമ്പോഴത്തേക്കും അത് വീണ്ടും കുറഞ്ഞു. കാരണം ഡിസംബർ മാസത്തിലൊക്കെ ഇയർ എൻഡ് ആകുമ്പോൾ അത്യാവശ്യം നല്ല ഓഫറുകളൊക്കെ ഉള്ള ഒരു സമയത്ത് നല്ല രീതിക്ക് വാഹനങ്ങൾ വിറ്റ് പോകേണ്ടതാണ്. 757 യൂണിറ്റാണ് 2025 ഡിസംബറിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ജനുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും 2026 ജനുവരിയിൽ അത് കുറഞ്ഞു, 591 ഫെബ്രുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും 532. പക്ഷേ
മാർച്ചിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസങ്ങൾ വന്നു. 656 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെ നോക്കിയാലും ഒരു ആവറേജ് സെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 600 എന്നുള്ള രീതിക്ക് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ മാരുതി സുസുക്കിയുടെ ഇഗ്നിസിലെ K12M എന്ന് പറയുന്ന എഞ്ചിനെ നിർത്തലാക്കിയത് കഫേ നോംസിനെ മുൻകണ്ടാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ K15B സീരീസിൽ വരുന്ന ഈ ഒരു എഞ്ചിനെ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനുള്ള ഈ ഒരു വാഹനത്തെ ഡിസ്കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം മാരുതി സുസുക്കി ഒരു വാഹനത്തെ ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് ആരോടും പറയാതെ എങ്ങും തൊടാത്ത രീതിയിലുള്ള വാർത്തകളൊക്കെ കൊടുത്ത് പതുക്കെ പ്രൊഡക്ഷൻ കുറച്ച് ബുക്കിംഗ് എടുക്കാതെയാക്കി ആരും അറിയാത്ത രീതിയിൽ ഈ ഒരു വാഹനത്തെ പതുക്കെ അങ്ങ് ഡിസ്കണ്ടിന്യൂ ചെയ്യും. ആ ഒരു രീതിക്കാണ് മാരുതി സുസുക്കി അവരുടെ വാഹനങ്ങളെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. സിയാസിൻ്റെ കേസ് നോക്കിയാലും ഇപ്പോൾ ഇഗ്നിസിൻ്റെ കേസ് നോക്കിയാലും ഇനി അങ്ങോട്ട് എസ്പ്രസോയുടെ കാര്യവും അതുതന്നെയാണ്. പക്ഷേ ഇവിടെ ജിംനിയുടെ കേസിൽ മാരുതി സുസുക്കി ഒരിക്കലും അങ്ങനെ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ജിംനി എന്ന് പറയുന്ന നെയിം പ്ലേറ്റ് തന്നെ ഒരു ലെഗസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിംനിയെ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ ആകാമായിരുന്നു എന്നുള്ള രീതിക്കുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനി കൂടുതൽ എക്സ്പോർട്ടിലേക്ക് ഈ ഒരു വാഹനത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനത്തെ കൂടുതലും കയറ്റുമതി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ K15B എൻജിൻ എന്ന് പറയുന്നത് 2027 ആകുമ്പോഴത്തേക്കും വരാൻ പോകുന്ന കഫേ നോംസിനെ എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കഫേ നോംസിനകത്ത് ഓക്കെ 1 കിലോമീറ്റർ പോകുമ്പോൾ ഇത്രയാണ് കാർബൺ എമിഷൻ എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മിക്കവാറും മാരുതി സുസുക്കിയുടെ CNG വാഹനങ്ങളുണ്ട്. ഇനി ഇലക്ട്രിക് വരും. ഡീസൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള K15B K12N എന്ന് പറയുന്ന എഞ്ചിനൊക്കെ താരതമ്യേന ആ നോംസിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള എമിഷൻ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരം വാഹനങ്ങളെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. തീർച്ചയായിട്ടും മാരുതി സുസുക്കി സിയാസ് ഇപ്പോൾ ആരും അറിയാതെ ആരെയും അറിയിക്കാതെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇഗ്നിസിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. എസ്പ്രസോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ കാര്യവും വരുന്ന വഴിയെ നമുക്കറിയാം. പക്ഷേ മാരുതി സുസുക്കി ജിംനിക്ക് ഇപ്പോൾ 6 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗിലേക്ക് അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം നിലനിർത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.